നമസ്തേ. ഞാനിവിടെ ഒരു സുഭാഷിതം താഴെ എഴുതിയിട്ടുണ്ട്. ഈ സുഭാഷിതം ഞാനൊരു കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ തന്നതാണ്. അപ്പോൾ അതിൻ്റെ വ്യാകരണാംശങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ക്ഷമാശസ്ത്രം കരേയസ്യ ദുർജന കിം കരിഷ്യതി അതൃണേ പതിതോ വന്നിഹി സ്വയമേവോപശാമ്യതി. അപ്പൊ ആദ്യം നമുക്ക് ഈ സുഭാഷിതത്തിന്റെ പദച്ഛേദം നമുക്കൊന്ന് നോക്കാം. ക്ഷമാശസ്ത്രം ഒറ്റപ്പദം തന്നെയാണ്, മാത്രമല്ല അതൊരു സമസ്ത പദം കൂടിയാണ്. അതുപോലെ കരേ യസ്യ ദുർജനഃ കിം കരിഷ്യതി അതൃണേ പതിതഃ. പതിതഃ എന്നാണ്, കാരണം ഇവിടെ സന്ധി വന്നിരിക്കുകയാണ്. വിസർഗത്തിന് ഉകാരം കൊടുത്തിട്ട് അവിടെ ഗുണമായിട്ട് ഓകാരം വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പതിതഃ വന്നിഹി സ്വയം ഏവ ഉപശാമ്യതി. അപ്പൊ ഇവിടെയുമാണ് സന്ധികൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് പിരിക്കാനുള്ളത്. ഒന്നാമത്തേത് പതിതഃ, രണ്ടാമത്തേതാണ് സ്വയം, പിന്നെ ഏവ, പിന്നെ ഉപശാമ്യതി. അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ സന്ധിയുക്ത പദങ്ങൾ. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ളത് അന്വയമാണ്. അന്വയ. അന്വയ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു സുഭാഷിതത്തില് നമുക്ക് എത്ര ക്രിയാപദങ്ങളെ കാണാൻ പറ്റും? ഒന്ന് കരിഷ്യതി, രണ്ട് ഉപശാമ്യതി. കൂടാതെ ഒരു ക്രിയാപദം കൂടി ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ അസ്ഥി എന്നൊരു ക്രിയാപദം കൂടി ഇവിടെ ഫസ്റ്റ് ലൈനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, അസ്ഥി എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ സുഭാഷിതത്തിൽ 3 ക്രിയാപദങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അന്വയം എഴുതി നോക്കാം. യസ്യ കരേ, യസ്യ കരേ ആരുടെ കയ്യിലാണോ, ക്ഷമാശസ്ത്രം, ക്ഷമാശസ്ത്രം അസ്തി, അസ്തി തം അവനെ, ദുർജനഃ, ദുർജനഃ കിം കരിഷ്യതി. ഒരു വാക്യായി. ബാക്കി എന്താ? അതൃണേ പതിതഃ വന്നിഹി സ്വയമേവ ഉപശാമ്യതി. അതങ്ങനെ നേരിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതൃണേ പതിതഃ വന്നിഹി സ്വയമേവ ഉപശാമ്യതി. ഓക്കെ, ഇതാണ് അന്വയം. യസ്യ കരേ ക്ഷമാശസ്ത്രം അസ്തി തം ദുർജനഃ കിം കരിഷ്യതി. ആരുടെ കയ്യിലാണോ ക്ഷമ എന്ന ആയുധം ഉള്ളത്, അവനെ, അദ്ദേഹത്തെ ദുർജനങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? അതൃണേ പതിതഃ വന്നിഹി സ്വയമേവ ഉപശാമ്യതി. അതൃണേ പുല്ലില്ലാത്ത സ്ഥലത്ത് വീണ അഗ്നി എന്താവും? സ്വയമേവ സ്വയം തന്നെ, ഉപശാമ്യതി നശിക്കും, അല്ലെങ്കിൽ നശിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സുഭാഷിതത്തിന്റെ മലയാള അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, അസ്ഥി ക്രിയാപദമാണ് അല്ലെ. എന്താണ് ഇതിന്റെ അർത്ഥം? ഉണ്ട്. എന്തുണ്ട്?
എന്താണുള്ളത്? ക്ഷമയെന്ന ആയുധം, ക്ഷമാശസ്ത്രം അസ്തി. അപ്പൊ ഇവിടുത്തെ അസ്തി എന്ന ക്രിയാപദത്തിന്റെ കർത്തൃപദം എന്താണ്? ക്ഷമാശസ്ത്രം. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിയാപദം കർത്തൃപദം. അതേപോലെ കരിഷ്യതി, ചെയ്യും. എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആര് ചെയ്യും? ദുർജനഃ. ഓക്കെ, അപ്പൊ ഇവിടെ കരിഷ്യതി ക്രിയാപദം, ദുർജനഃ കർത്തൃപദം. കരിഷ്യതി ചെയ്യും, ദുർജനഃ കരിഷ്യതി. അതുപോലെ ഉപശാമ്യതി, നശിക്കും. എന്ത് നശിക്കും? അല്ലെങ്കിൽ ആര് നശിക്കും? വന്ഹി. ഓക്കെ, അപ്പോ അഗ്നിഹി ഉപശാമ്യതി. അപ്പൊ വന്ഹി എന്നതാണ് കർത്തൃപദം, ഉപശാമ്യതി എന്നത് ക്രിയാപദം. ഈ വന്ഹി എന്ന കർത്തൃപദത്തിന്റെ വിശേഷണമാണ് പതിതഃ എന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ കർത്തൃപദവും ക്രിയാപദവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ തന്നെ കർമ്മപദം ഉണ്ട്, ചില ഭാഗത്ത് കർമ്മപദം ഇല്ല എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് കർത്താവിനെയും ക്രിയയെയും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അന്വയം പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ പദത്തിന്റെയും, അതായത് നാമപദമാണെങ്കിൽ അന്തലിംഗ വചന വിഭക്തിയും, ക്രിയാപദമാണെങ്കിൽ ധാതു പദ ലകാര പുരുഷ വചനവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവയൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ പദം ഏതാണ്? ക്ഷമാശസ്ത്രം അല്ലെ? ഇത് ഒരു സമസ്ത പദമാണ്. അപ്പൊ സമസ്ത പദമാകുമ്പോൾ തന്നെ അവിടെ വിഗ്രഹം ഉണ്ടാവും, സമാസവും ഉണ്ടാവും. അപ്പൊ നമുക്ക് അവയൊന്ന് നോക്കാം. ഈ ക്ഷമാശസ്ത്രം എന്നും അതേപോലെ അതൃണേ എന്ന ഈ രണ്ടെണ്ണവുമാണ് സമസ്ത പദങ്ങൾ. ഓക്കെ, അപ്പൊ ഇവ രണ്ടിലും വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം അവ നോക്കിയിട്ട് അടുത്ത് ഓരോരോ പ്രത്യേക പദങ്ങളുടെയും വ്യാകരണം നമുക്ക് നോക്കാം. ക്ഷമാശസ്ത്രം എന്നതിന്റെ വിഗ്രഹം ക്ഷമ ഏവ ശസ്ത്രം, ഇതാണ് വിഗ്രഹം. സമാസമോ? കർമ്മധാരയഃ. ഓക്കെ, ഇനി അടുത്തത് അതൃണേ. അതൃണേ ഇത് വന്നിട്ട് ന വിദ്യതേ തൃണം യസ്മിൻ. ന വിദ്യതേ തൃണം യസ്മിൻ. ഇവിടെ വന്നിട്ട് ഏതാണ്? ബഹുവ്രീഹി സമാസഃ. ഓക്കെ, ഇതാണ് രണ്ട് സമാസങ്ങൾ വരുന്നത്. ഇനി ആദ്യം തൊട്ട് നമുക്ക് ഓരോന്നിന്റെയും അന്തലിംഗ വചന വിഭക്തികളും ധാതുപദ ലകാര പുരുഷ വചനങ്ങളും നമുക്കൊന്ന് നോക്കാം. ക്ഷമാശസ്ത്രം അല്ലെ? ശസ്ത്രം എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വ്യക്തമായിട്ടുണ്ടാവും എന്താണ് നപുംസകലിംഗമാണ് എന്ന്. അപ്പൊ ഇവിടെ അകാരാന്ത നപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. ഓക്കെ, ഇത് ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അകാരാന്ത നപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനമാണ് ക്ഷമാശസ്ത്രം. അതുപോലെ കരേ, അതും എന്താണ്? അകാരാന്ത പുല്ലിംഗമാണ്. ഓക്കെ, കരഹ കരശബ്ദം പുല്ലിംഗ സപ്തമി വിഭക്തിയാണ്. സപ്തമി വിഭക്തി ഏകവചനം. അതേപോലെ യസ്യ, യസ്യ എന്നുള്ളത് യദ് ശബ്ദമാണ്. ഓക്കെ, ദകാരാന്ത പുല്ലിംഗ ഷഷ്ടി വിഭക്തി ഏകവചനം. അതുപോലെ ദുർജനഃ അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. കിം എന്നുള്ളത് നമുക്ക് അവ്യയമായിട്ട് ഇവിടെ എടുക്കാം. പിന്നെ കരിഷ്യതി ക്രിയാപദമാണ്. അപ്പൊ അവിടെ എന്ത് വരും? കൃ ധാതുഹു പരസ്മൈപതി
പ്രഥമ പുരുഷ ഏകവചന ലകാരം ഏതാണ്? ലൃട്ട് ലകാരഃ. ഓക്കെ, ഇനി അടുത്തത് അതൃണേ. ഇത് വന്നിട്ട് സമസ്തപദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും നമുക്ക് വിഭക്തി ഇവിടെയും നമുക്ക് കൊടുക്കാം. അകാരാന്ത നപുംസകലിംഗ സപ്തമി വിഭക്തി ഏകവചന അതൃണ ശബ്ദഃ. ഓക്കെ, പതിതഃ അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചന പതിത ശബ്ദഃ കതപ്രത്യയഃ. ഓക്കെ, പിന്നെ വന്ഹി ഇകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ വിഭക്തി ഏകവചന വന്നി ശബ്ദഃ. പിന്നെ സ്വയമേവ എന്നുള്ളത് നമുക്ക് അവ്യയമായിട്ട് എടുക്കാം. ഉപശാമ്യതി എന്നത് ഉപസർഗപൂർവക ഷം ധാതു ലട്ട് ലകാരഃ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഓരോ പദങ്ങളുടെയും വ്യാകരണാംശങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പദച്ഛേദം കഴിഞ്ഞു, അന്വയം കഴിഞ്ഞു, അതേപോലെ തന്നെ ഓരോ പദങ്ങളുടെയും വ്യാകരണാംശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ഈ ഒരു സുഭാഷിതം വന്നിരിക്കുന്നത് അനുഷ്ടുപ് ഛന്ദസ്സിയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഓരോ ലൈനിലും 8 അക്ഷരങ്ങൾ വീതമുണ്ട്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അങ്ങനെ ഓരോ ലൈനിലും 8 അക്ഷരങ്ങൾ വീതമുണ്ട്. ഓരോന്നിന്റെയും 5ാമത്തെ വർണ്ണം ഹ്രസ്വമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സുഭാഷിതം അനുഷ്ടുപ് ഛന്ദസ്സിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് സുഭാഷിതവുമായി ബന്ധപ്പെട്ട വ്യാകരണങ്ങള്. ഇനി എന്തെങ്കിലും വ്യാകരണങ്ങള് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. കാരണം ഇപ്പൊ എൻ്റെ മൈൻഡിൽ ഇത്രമാത്രം വ്യാകരണം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ധന്യവാദ.